നമുക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് കാണും അല്ലേ? പക്ഷേ ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ചെയ്യുക. പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ, നമ്മുടെ സേവിങ്സിൽ നിന്ന് ഒരു 20-30% എടുത്തിട്ട് നമുക്ക് ആ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. അല്ലാതെ വേറൊരു വ്യക്തി ചെയ്യുന്ന കണ്ടിട്ട് അത്രയും വലിയൊരു ഹെവി ബർത്ത്ഡേ നമ്മുടെ വീട്ടിലും ചെയ്യണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. നമ്മൾ ആ വാശിയിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ലോൺ എടുക്കുന്നത് അല്ലേ? ലോൺ എടുത്തിട്ട് നമ്മൾ വലിയ സെലിബ്രേഷൻസൊക്കെ ചെയ്യും. 200-300 ആൾക്കാരെയൊക്കെ വിളിച്ച് വലിയ കല്യാണം പോലെ ബർത്ത്ഡേസൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ചെയ്തതിന് ശേഷം അവർ വന്ന ആഹാരമൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഗിഫ്റ്റ്സൊക്കെ തന്നേച്ച് പോകും. പക്ഷേ ഈ ഒരു മെമ്മറീസ് എന്ന് പറയുന്നത് ഈ വന്ന ആൾക്കാരുടെ മനസ്സിൽ ഒരാഴ്ച അതിൽ കൂടുതൽ നിൽക്കത്തില്ല. പിന്നെ ഈ ഒരാഴ്ച തന്നെ പല കുറ്റങ്ങളും കുറവുകളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ വിളിച്ചു കൊടുത്ത ആഹാരം കൊടുത്തവർക്ക് പറയാൻ ഇഷ്ടം പോലെ കാണും. പക്ഷേ നമുക്ക് ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ലോൺ എടുത്തതിൻ്റെ ബേർഡൻ എത്ര വർഷം നമ്മൾ അടച്ചാലാണ് അത് തീരുന്നതെന്നുള്ളത് നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക. സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, നമ്മളുടെ കയ്യിൽ എത്രയുണ്ടോ ആ ഒരു എമൗണ്ട് വെച്ച് നമ്മളൊന്ന് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ചേ ഉള്ളൂ പൈസ എന്ന് വിചാരിച്ചാൽ നമ്മൾ അതനുസരിച്ച് ആളിനെ വിളിച്ചാൽ മതി. ഇപ്പം നമ്മുടെ വീട്ടിലെ സെലിബ്രേഷൻ എങ്ങനെ ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ ബാക്കിയുള്ളവരല്ല. അവർ കഴിച്ചിട്ട് കുറ്റം പറഞ്ഞ് പോകത്തേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ രീതി, നിങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത് കമൻസിൽ അറിയിക്കും.